बताइए होगा ना परिवार है हमारे पास एक है बुलादी मदद करने के लिए सारे काम थोड़ा अभी ऐसे आप इधर ही बुला लो ना करने में जाते हैं। നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജന്തർ മന്ദറിൽ പോലീസിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളെ കാണാനെത്തിയ ഇടത് എംപിമാരെ തടഞ്ഞ പോലീസ്. കേരളത്തിൽ നിന്നുള്ള ഇടത് എംപിമാരെയാണ് പോലീസ് തടഞ്ഞിരിക്കുന്നത്. ജോൺ ബ്രിട്ടാസ് എം പി, എ റഹീം എം പി, പോളിറ്റ് ബ്യൂറോ അംഗം അരുൺകുമാർ, SFI, DYFI അഖിലേന്ത്യാ നേതാക്കൾ തുടങ്ങിയവരാണ് RML ആശുപത്രിയിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളെ കാണാനായി എത്തിയത്. പക്ഷേ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നിയന്ത്രണത്തിലുള്ള പോലീസ് നേതാക്കളെ തടയുകയായിരുന്നു എന്ന ആരോപണമാണ് നിലവിൽ ശക്തമാകുന്നത്. അമിത്ഷാ രാജിവെക്കണമെന്ന് ഇതിന് പിന്നാലെ ജോൺ ബ്രിട്ടാസ് MP ആവശ്യപ്പെടുകയുണ്ടായി. പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ സർക്കാർ വ്യക്തമാക്കണമെന്നാണ് MP മുന്നോട്ട് വെച്ച ആവശ്യം. സോനം വാങ്ചുക്കിനെ കാണാൻ MPമാർ പോയപ്പോഴും ഇതേപോലത്തെ തന്നെ അനുഭവമാണ് ഉണ്ടായത്. ആശുപത്രി അധികൃതർക്ക് ഈ MPമാരുടെ അല്ലെങ്കിൽ സന്ദർശനം യാതൊരു തടസ്സവുമില്ല, പക്ഷേ പോലീസാണ് തടയുന്നത്. എന്തായാലും പരിക്കേറ്റ കുട്ടികൾ അപകടനില തരണം ചെയ്തുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നും ആശുപത്രിയിലെ മലയാളി ജീവനക്കാർ വഴി പെൺകുട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് അറിഞ്ഞുവെന്നും ജോൺ ബ്രിട്ടാസ് MP വ്യക്തമാക്കി. അതേസമയം CJP പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കാൻ നേതൃത്വം നൽകിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന് ജോൺ ബ്രിട്ടാസ് MP. ദില്ലി പ്രതിഷേധത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളെ സന്ദർശിക്കാൻ ഇടത് MPമാർക്ക് അനുമതി നിഷേധിച്ച സാഹചര്യത്തിലാണ് ഇത്തരമൊരു ആവശ്യവുമായി അദ്ദേഹം രംഗത്തെത്തിയത്. ഡൽഹി പോലീസ് തുടർച്ചയായി നടത്തുന്ന നിയമലംഘനങ്ങളുടെയും ജനദ്രോഹ നടപടികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് അമിത്ഷായുടെ ഉത്തരവാദിത്തമാണെന്നായിരിക്കെയാണ് വിഷയത്തിൽ മൗനം പാലിക്കുന്നത്. പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ സർക്കാർ വ്യക്തമാക്കണമെന്നും MP ആവശ്യപ്പെട്ടു. 30 ദിവസത്തോളം നീണ്ടുനിന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ദില്ലി പോലീസ് നടത്തിയത് നരനായാട്ടാണ്. നിരവധി വിദ്യാർത്ഥികളെ അതിക്രൂരമായാണ് അവർ തല്ലിച്ചതച്ചത്. പോലീസ് ക്രൂരതയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായിരുന്നുവെന്നും MP വ്യക്തമാക്കി. അതേസമയം വിദ്യാർത്ഥികളുടെ യുവജനങ്ങളുടെ സമരത്തിന് മുന്നിൽ കീഴടങ്ങിയത് നരേന്ദ്രമോദിയുടെ മർക്കട പുഷ്ടിയാണെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. സമരധീരതയ്ക്ക് മുന്നിൽ പ്രധാനമന്ത്രിക്ക് കീഴടങ്ങേണ്ടി വന്നു. രാജ്യത്തെ വിദ്യാഭ്യാസ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് RSS ആസ്ഥാനത്ത് നിന്നാണെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ആരോപിച്ചു. RSS ഏറ്റവും അധികം ഇടപെടുന്നത് സാംസ്കാരിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമാണ്. ശ്രീരാമന്റെ പേരിൽ വർഗീയ വിഭജനം നടത്തുകയും അതേ ശ്രീരാമന്റെ ക്ഷേത്രം കൊള്ളയടിക്കുകയും ചെയ്തവർ പരീക്ഷയിൽ കൊള്ളയടി നടത്തിയതിൽ അത്ഭുതമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് അഭിവാദ്യം അർപ്പിച്ച് ലോക പ്രശസ്ത പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തക ഗ്രേറ്റ തുൻബർഗ് CJPയും ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ചേർന്ന് നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് SFI UK ലണ്ടനിൽ നടത്തിയ പരിപാടിയിലാണ് സ്വീഡൻ സ്വദേശിയായ ഗ്രേറ്റ അഭിവാദ്യം അർപ്പിച്ചത്. ഇന്ത്യയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ വിജയം ലോകമെങ്ങുമുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണെന്നും ഗ്രേറ്റ തുൻബർഗ് പറഞ്ഞു. അതേസമയം ഈ ദില്ലി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു പ്രതികരണം രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം മലയാളി വാർത്തയോട് നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഈ സമരത്തിൻ്റെ ശരിയായിട്ടുള്ള ഒരു മഹാത്മാവായിട്ടുള്ള ആത്മാർത്ഥതയുള്ള ഒരു നേതാവായിട്ടുള്ള രാഷ്ട്രീയമില്ലാത്ത നേതാവായിട്ടുള്ള സോനം വാങ്ചുക്, ഓഫ് കോഴ്സ് നമ്മുടെ ഇന്ത്യ രാജ്യവുമായിട്ട് അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അദ്ദേഹം ഈ സമരത്തിൽ നിന്ന് പിന്മാറിയത് എന്ന് മാത്രമല്ല, ഇതുപോലുള്ള ലുട്ടാപ്പികളുടെയും സുട്ടാപ്പികളുടെയും ഒക്കെ ആണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. നിക്ഷിപ്ത താല്പര്യക്കാരാണ്, FCRA എതിർക്കുന്നവരാണ്, കാശ്മീരിലെ ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിനെ എതിർക്കുന്നവരാണ് എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത് വേണ്ട എന്ന് വെച്ച് പോയത്. അദ്ദേഹം അവസാനമായി പറഞ്ഞ ഒരേ ഒരു വാക്ക്, ഇത് അക്രമത്തിലേക്ക് പോകരുത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെയാണ് അദ്ദേഹത്തിനെ പിടിച്ച് ഇത്രയും നാൾ നിരാഹാരമെത്തിയ ഈ സമരക്കാർ ലംഘിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, ഈ കോൺഗ്രസ്സിന് ഇപ്പം കയറി വന്നിരിക്കുകയാണ് കോൺഗ്രസ് സമരം വിജയിക്കുമെന്നറിഞ്ഞപ്പോൾ. ഇതുവരെ കോൺഗ്രസ്സിനെ എങ്ങും കണ്ടിട്ടില്ല, അവരെ ഒരാത്മാർത്ഥതയും ഇല്ലാത്തവരാണെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസ് ഈസ് എക്സ്പോസ്ഡ്. എന്താ അവർ പറഞ്ഞ് അവർക്ക് വേണ്ടിയായിരുന്നല്ലോ ഈ സമരത്തിന്, അവരുടെ പക്ഷം പിടിച്ചുകൊണ്ടായിരുന്നല്ലോ, നരേന്ദ്രമോദിയെ എതിർത്തുകൊണ്ടുമായിരുന്നല്ലോ പ്രിയങ്ക സംസാരിച്ചപ്പോൾ എന്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറും ഫ്രോഡാണെന്നാണ് അവർ പറഞ്ഞത്. ചുമ്മാ തട്ടിപ്പ്, ഇമ്പോസ്റ്റേഴ്സ്, ഒരാത്മാർത്ഥയും രാജ്യത്വമില്ലാതെ അധികാരം കൈക്കലാക്കാൻ വേണ്ടി നടക്കുന്ന കപട ജീവികളാണ് നിങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ അതിന് മറുപടി പറയൂ, നിങ്ങളുടെ നിലപാട് അറിയിക്കൂ, അല്ലേ? അതല്ലേ വേണ്ടത്. അപ്പോൾ സോനം വാങ്ചുക്ക് വലിയ ഡിമാൻഡുകളൊന്നും ഇതുപോലെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി പറയുന്നില്ല, ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന്. അത് മോദി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്, നടപടികൾ എടുത്തിട്ടുണ്ട്.
ഇത് നിസ്സാര കാര്യമല്ല, ഗൗരവമേറിയ കാര്യമാണെന്ന് മോദി തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അദ്ദേഹം കോൺഗ്രസിൻ്റെ കാലത്ത് പറയാനാണെങ്കിൽ 13 തവണ ഇതുപോലെ ലീക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ നടപടി സ്വീകരിച്ചത് ഇത്രയും, അവർക്കൊരു വർഷം നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ചെയ്ത നടപടി, അങ്ങനെ അവർക്ക് ഒരു വർഷം പോകാതെ ഞാൻ കാത്തു സൂക്ഷിച്ചു. വളരെ ആത്മാർത്ഥമായ വാക്കുകൾ, രാജ്യത്തോട് സ്നേഹമുള്ള ഒരു നേതാവിൻ്റെ വാക്കുകൾ. ഒരുപക്ഷെ മഹാത്മാഗാന്ധി ആണെങ്കിലും ഇത് തന്നെ പറയും. ഇതിനപ്പുറം എന്താ വേണ്ടത്? ഒരു മുതലെടുപ്പ് നടക്കുന്നില്ല. പ്രത്യേകിച്ച് ആദ്യത്തെയുമായിട്ട് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നീറ്റ്, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുണ്ടായ വീഴ്ചകൾ, അത് സ്വാഭാവികമായിട്ടും ഒരു പ്രതിഷേധം ഉണ്ടാകും. സർക്കാരിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കപ്പെടുക തന്നെ വേണം. അങ്ങനെ തുടങ്ങിയ ഒരു സമരം ഇപ്പോൾ അത് ആരൊക്കെയോ മുതലെടുത്ത് അതിൻ്റെ ലക്ഷ്യമേ മാറ്റി അത് തികച്ചും ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതെ, അത് തീർച്ചയായിട്ടും രാജ്യവിരുദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ശരിയാണ്. രാജ്യവിരുദ്ധ ശക്തികൾ ഇതിൻ്റെ പേരിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അടിഞ്ഞുകൂടുക എന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനൊരു സമരമുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അവരുടെ താല്പര്യം സംരക്ഷിക്കാം. കാരണം പൗരത്വ നിയമത്തിനെതിരെ അവിടെ സമരം 2 മാസം നടത്തി ഡൽഹിയെ സ്തംഭിപ്പിച്ച് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കാതെ തോറ്റുപോയത് വീണ്ടും ചെന്നിട്ടുണ്ട് അവിടെ. പിന്നെ ഒന്ന് FCRA ആണ്. അതിനെതിരെയുള്ള നിലപാട് പുലർത്തുന്ന ചില മതസംഘടനകളുടെ ആൾക്കാർ, അവരെല്ലാം പരസ്യമായിട്ട് ഇതിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് കൊടുക്കാൻ അതിന് കുഴപ്പമൊന്നുമില്ല, അവരുടെ താല്പര്യങ്ങളുണ്ട്. ഇതിനേക്കാൾ ഏറ്റവും ശക്തമായിട്ടുള്ളത് ഡീപ്പ് സ്റ്റേറ്റിൻ്റെ താല്പര്യമാണ്. ദ ഡീപ്പ് സ്റ്റേറ്റ് ഡസ് നോട്ട് വാണ്ട് മോഡി ടു കണ്ടിന്യൂ ആസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഇളക്കി വിട്ടുകൊണ്ടേയിരിക്കും വരും. ബംഗ്ലാദേശിൽ ജമായത്തെ ഇസ്ലാമിയുടെ ആഭിമുഖ്യത്തിലുള്ള തെരഞ്ഞെടുപ്പിനെയും ഉള്ള ഗവൺമെൻറ്റിനെയും കൊണ്ടുവന്നത് ഇവർ തന്നെയാണ്. ആ പാവ ഗവൺമെൻറ്റിനെ കൊണ്ടുവന്നത് മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിലുള്ള നേരത്തെയുള്ള പാവ ഗവൺമെൻറ്റിനെയും സ്ഥാപിച്ചത് അവർ തന്നെയാണ്. അപ്പോൾ അവരെല്ലായിടത്തും, വെനിസുലയിൽ നമ്മൾ കണ്ടതാണല്ലോ, അവിടുത്തെ ഭരണാധികാരിയെ തന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോയി. അപ്പോൾ അവരുടെ താല്പര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ ആ പരിപാടി നടക്കാത്തത് കൊണ്ട് ഇങ്ങനെ ഓവർട്ടായിട്ടുള്ള ഓപ്പറേഷനാണ് മറ്റേത്. ഇത് കവേർട്ടായിട്ടുള്ള, അതായത് രഹസ്യമായിട്ടുള്ള, ഗുപ്തമായിട്ടുള്ള, ഗൂഢമായിട്ടുള്ള നീക്കങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അതുകൊണ്ടാണ് 3 അമേരിക്കൻ വിദ്യാർത്ഥികൾ ഈ സമരത്തിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടത്. ഇത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇതൊന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല. അവരുടെ ഫോട്ടോ പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടുണ്ട്. അതുപോലെ ധാരാളം പെർവേർട്സുകൾ, ഡ്രഗ് അഡിക്റ്റുകൾ, ലഹരിക്ക് വിധേയരായിട്ട് ആൾക്കാർ. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഓപ്പറേഷൻ തുഫാൻ വഴി പരിശോധിച്ച് കഴിഞ്ഞാൽ പിടിക്കപ്പെടാവുന്ന ധാരാളം ആൾക്കാർ ഇതിനകത്ത് കടന്നു കൂടിയിട്ടുണ്ട്.